രേണുവിൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുൻപായി തന്നെ കിച്ചുവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. രാഹുൽ എന്ന സുധിയുടെ മൂത്ത മകൻ അമ്മ ഉപേക്ഷിച്ച് പോയപ്പോഴും താര വയ്ക്കാതെ നോക്കിയ സുധിയുടെ ഏറ്റവും മൂത്ത പുത്രൻ ഇപ്പോൾ രാഹുലിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ നിരവധി പേരെ പരിചയപ്പെടുകയാണ്. ഇപ്പോൾ കിച്ചു ശരിക്കും കൊല്ലത്തെ സുധിയുടെ വീട്ടിലാണെന്നാണ് എല്ലാവരുടെയും അറിവ്. ആ അറിവ് പ്രകാരം ഇപ്പോൾ ഇവരെല്ലാവരും ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ പോയിട്ട് തിരികെ വരുന്നതൊക്കെ ഫ്ലൈറ്റിലായിരുന്നു. അതിൻ്റെ വാർത്തകളെല്ലാമാണ് ഇപ്പോൾ കിച്ചു പങ്കുവച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കുറ്റം പറഞ്ഞ സുധിയുടെ വീട്ടുകാരെ നല്ലതുപോലെ നോക്കുന്നതിൽ കൈ കൊടുക്കാൻ തോന്നും, കൈ കൂപ്പാൻ തോന്നും. അത്രമാത്രം സ്നേഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ കിച്ചുവിനെ അവർ നോക്കുന്നത്. ആ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കിച്ചുവിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ഒരുക്കുന്നുണ്ട്. പഠനം, ആവശ്യം, അവരെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യമായാണ് കിച്ചു ഒരു ഫ്ലൈറ്റിൽ കയറുന്നത്. അത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ. അവനതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറുന്നത് ഉൾപ്പെടെ വീഡിയോ ആക്കി പങ്കുവച്ചിട്ടുണ്ട്. കിച്ചു എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് കിച്ചുവിൻ്റെ വാർത്തകൾ കേൾക്കാൻ. ഇപ്പോൾ രേണുവും യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെ രേണുവിൻ്റെ വാർത്തകളും അതിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. കിച്ചു ഇപ്പോൾ കൊല്ലത്തായതുകൊണ്ട് തന്നെ രേണുവിൻ്റെ ചാനലിൽ കിച്ചുവിനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ കിച്ചുവിനെ കുറിച്ച് അറിയാൻ ഒരു ചാനൽ തുടങ്ങുന്നത് നന്നായിരിക്കും. ഇത് പ്രേക്ഷകരുടെയും ആഗ്രഹം തന്നെയായിരുന്നു. ആ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സഹോദരിയോടൊപ്പം ബാംഗ്ലൂർ പോവുകയും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇപ്പോൾ കിച്ചു പറയുന്ന വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മാറുന്നത്. ചെറിയൊരു വോയിസ് ഓവറോട് കൂടിയാണ് ഒരു വീഡിയോ ഇപ്പോൾ കിച്ചു പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ എന്ന കിച്ചുവിനെ എല്ലാവർക്കും ഇപ്പോൾ വലിയ ഇഷ്ടമാണ്. വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ മകൻ എന്നതിനാൽ ഉപരി തന്നെ പ്രേക്ഷകർക്ക് എല്ലാം പങ്കുവയ്ക്കാൻ വളരെയധികം ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കിച്ചുവിൻ്റെ വാർത്ത. ആരാധകരെല്ലാവരും കാത്തിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ തന്നെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത്. പ്രേക്ഷകരോടൊപ്പം തന്നെ സ്നേഹത്തോടൊപ്പം പങ്കുവച്ചിരിക്കുന്ന വാർത്തകളോട് തന്നെയാണ് പ്രതികരിക്കുന്നത്. പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളോട് തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുമുണ്ടെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും ചാനൽ ഒരുപോലെ കാണുകയാണ്. അവർക്ക് രണ്ട് ചാനലും വേണം, രണ്ടാൾക്കാരും വേണം. ഇങ്ങനെയാണ് പ്രേക്ഷകർ തന്നെ പറയാറുള്ളത്. കിച്ചുവിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ കിച്ചുവിൻ്റെ ചാനൽ തന്നെ കാണണം. കിച്ചുവിനെയും സപ്പോർട്ട് ചെയ്യണം, രേണുവിനെയും സപ്പോർട്ട് ചെയ്യണം. രണ്ടുപേരും സുധിയുടെ എല്ലാമാണ്. ഒരാൾ സുധിയുടെ ഇടം കണ്ണും മറ്റൊരാൾ സുധിയുടെ വലം കണ്ണുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും പിന്തുണയ്ക്കേണ്ട ആവശ്യം പ്രേക്ഷകർക്കുണ്ട്. എന്നാൽ വിമർശനം ഒരുപാടാണ് എന്ന് പറയാം. മോനെ, നീ പഠിക്കണം, ഈ കൂട്ടുകെട്ടിലൊക്കെ തന്നെ ചെന്ന് പെടരുത്, നല്ല രീതിയിൽ ഇതുപോലെ പഠിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെയൊക്കെ ആഗ്രഹമാണ് പ്രേക്ഷകർ കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. മക്കളെ നന്നായി നോക്കണം, രേണു നന്നായി ജീവിക്കണം. ഇങ്ങനെയാണ് രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ ആളുകൾ എത്തുന്നതെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.